ഞാൻ ചെറുപ്പം മുതലേ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ സിനിമയിലേക്ക് എങ്ങനെ വരും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ ഔട്ടാവും, നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് പിക്കപ്പ് ആവും. അങ്ങനെയാണ് ഈ ഇൻഡസ്ട്രി. ഭയങ്കര ഭാഗ്യമാണത്. വളരെ എക്സ്പോസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം. വൾഗറായിട്ട് വേണമെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്യാം, വളരെ ഡീസൻ്റ് ആയിട്ടും ഈ ക്യാരക്ടർ ചെയ്യാം. രണ്ട് തരത്തിലും ചെയ്യാം. ആൾക്കാരെ വെറുപ്പിക്കുന്ന തരത്തിൽ ചെയ്യാം, ആൾക്കാരെ ചിരിപ്പിക്കുന്ന തരത്തിൽ ചെയ്യാം. അങ്ങനെ ഈ ഒരു ക്യാരക്ടറിന് ആ ഒരു പ്രത്യേകതയുണ്ട്. അവരോടൊക്കെ ചെറുപ്പത്തിൽ മമ്മി തമാശയൊക്കെ കാണുമ്പോൾ പറയെങ്കിലും അവരൊക്കെ വേണ്ട, സിനിമ വേണ്ട, പഠിക്കട്ടെ കൊച്ച്, കുറച്ചും കൂടി കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. ഒരിക്കലും നമുക്ക് എന്ന് പറയാൻ ഒരാളെ നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. നമ്മൾ അത്രയും വിശ്വസിച്ച് നമ്മളൊരാളെ കല്യാണം കഴിച്ച് അയാൾക്ക് വേറെ എന്തെങ്കിലും അഫെയറോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല. നമുക്ക് ആരോട് സ്നേഹം തോന്നിയാലും നമ്മൾ ആരും ചതിക്കുന്നില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു ധാരണ നമ്മുടെ മനസ്സിലില്ലേ? അപ്പോൾ തോന്നും എന്തിനാ കല്യാണം കഴിക്കുന്നതെന്ന് തോന്നും. എനിക്ക് ശരിക്കും ഗ്ലാമറസ് ആയ റോളുകൾ ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഒരുപാട് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് വില്ലത്തി അത് ചെയ്യാൻ ഇഷ്ടമല്ല, ഗ്ലാമറായിട്ട് ചെയ്യാൻ ഇഷ്ടമല്ല. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ഡൗൺ ആയിട്ടുള്ള ഭയങ്കര ഡൗൺ ആയിട്ടുള്ളൊരു കഥാപാത്രം കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ചെയ്യാൻ. ആരോട് എന്ത് പറയണം, ആരോട് എങ്ങനെ പെരുമാറണം, ആരോട് എങ്ങനെ നിൽക്കണം എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഫീൽഡാണ് സിനിമ. അങ്ങനെ നിൽക്കുന്നവർക്ക് എന്നും നിൽക്കാൻ സാധിക്കും. അപ്പോൾ എനിക്കിങ്ങനെ ഒരു പ്രശ്നം വന്നു. ഇപ്പോൾ നല്ലൊരു ഹൗസ് വൈഫ് അല്ലെങ്കിൽ നല്ലൊരു ഹീറോയിൻ്റെ അമ്മ ഒക്കെ ആവാം വേണമെങ്കിൽ എനിക്ക് ചേച്ചി റോളൊക്കെ ചെയ്യുമ്പോൾ ചിലവർ പറയുന്നതെന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ, അയ്യോ അത് ഇങ്ങനെ റോളുകളല്ലേ ചെയ്യുന്ന ആളല്ലേ. പക്ഷെ അത് അവരുടെ വിഡിത്തമാണത് അവർ പറയുന്നത്. അവർക്കത് അറിഞ്ഞു കൊടുക്കുക. അവരൊരു കലാകാരല്ലാന്നേ ഞാൻ പറയുള്ളൂ. ഹലോ എവ്രി വൺ, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. ഇന്ന് ഹാപ്പി ഫ്രെയിംസിൽ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗസ്റ്റാണ്. കലാഭവനിലൂടെ സിനിമയിൽ വരെയും അത് കഴിഞ്ഞ് ടെലിവിഷനിലും കുറേ സിനിമയിലെ ക്യാരക്ടേഴ്സിലൂടെയൊക്കെ നമ്മളെപ്പോഴും ചിരിപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. എപ്പോഴും ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സ്വന്തം തസ്നി ഖാൻ, തസ്നി ചേച്ചിയാണ്. ചേച്ചി, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. താങ്ക് യു. ഞങ്ങളിപ്പോൾ ലാസ്റ്റ് റീസെന്റ് ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറഞ്ഞ സാന്ദ്ര ചേച്ചിയുടെ പ്രൊഡക്ഷനിലെ സിനിമയിലെ അമ്മയും മകളും ആയിട്ട് അഭിനയിച്ചിരിക്കുകയായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പൊ അമ്മയാണെന്ന് പറയേയില്ല, ചേച്ചി ചേച്ചി തെസ്നി ചേച്ചി ഭയങ്കര യങ് ആയിട്ട്. എങ്ങനെ ചേച്ചി ഈ സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എനിക്ക് തന്നെ അറിഞ്ഞൂടാ, അത്രമാത്രം സൗന്ദര്യമുണ്ട്. സൗന്ദര്യമൊക്കെ ഉണ്ട്. അല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണല്ലോ സൗന്ദര്യമല്ല ഒരാളുടെ. അതെ, അത് ശരിയാ. നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയൊരാൾക്ക് ആവശ്യം. അപ്പം അത് ശ്രദ്ധിക്കുക, നടക്കാൻ പോവുക, പിന്നെ വാരി വലിച്ച് ഭക്ഷണം കഴിക്കാതെ തടി ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഇത് വരും. പക്ഷെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. എന്നാലും ഈയിടെയായിട്ട് കുറേ നാളായിട്ട്, അതായത് ഇപ്പോൾ ഒരു 2-3 വർഷത്തിൻ്റെ ഇങ്ങോട്ടേക്ക് കൂടുതലും ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പ്രശ്നമായി പോയേനെ. എന്താണ് 2-3 വർഷത്തിൽ ശ്രദ്ധിക്കാന്നുള്ളത്? നടക്കാനൊക്കെ പോകുമല്ലോ. അപ്പൊ അങ്ങനെ സ്റ്റേഡിയത്തിൽ കുറെ ഫാൻസ് ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ നടക്കാൻ പോകുമ്പോ. ഫാൻസ് അല്ല, കുറെ പരിചയമുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരുണ്ട്. കുറെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ എല്ലാവരും ഗുഡ് മോർണിംഗ് ഒക്കെ പറയും. എന്നും രാവിലെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കല്ലേ. അപ്പൊ അങ്ങനെ കുറെ നല്ല ആൾക്കാരുണ്ട് എനിക്ക്. ഉണ്ട്. ഓക്കെ. ഇപ്പൊ ചേച്ചിയുടെ ഇപ്പൊ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പൊ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോഴും നമ്മൾ അതൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയാണല്ലോ. അപ്പൊ ചേച്ചിയുടെ ഡ്രസ്സൊക്കെ എവിടെ നിന്നാണ് കൂടുതലും എടുക്കാറൊക്കെ? എൻ്റെ ഡ്രസ്സ് എടുക്കലെന്ന് പറയുന്നത്, ഞാൻ ചിലപ്പോൾ ഇങ്ങനെ കാർ ഓടിച്ച് പോകുമ്പോൾ ചില ബൊട്ടീക്ക് കാണുമ്പോൾ ഇങ്ങനെ കണ്ണ് പതുക്കെ അവിടെ ചവിട്ടും. നല്ല ചുരിദാറാണെങ്കിൽ റെഡിമെയ്ഡ് അങ്ങനെ വാങ്ങിക്കും. സ്റ്റിച്ചിങ് എന്ന് പറയുന്നതാണെങ്കിൽ ഇപ്പം എനിക്കിപ്പം ഞങ്ങളുടെ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് വരാണ്, മാഡ മീറ്റിംഗ് വരാണ്. അപ്പോഴൊക്കെ നല്ല കോസ്റ്റ്യൂം നമുക്ക് ആ സമയത്തൊക്കെ നല്ല ഇടാനൊക്കെ നമുക്കൊരു അത്ര ആർഭാടമല്ല, എന്നാലും എലഗൻ്റായി സിമ്പിൾ ആൻഡ് ഹംബിൾ എന്നൊക്കെ പറയുന്ന പോലത്തെ ചുരിദാർ എല്ലാവരും വെൽ ഡ്രസ്ഡ് ആയിട്ട് വരുന്ന ഒരു നല്ലൊരു ഇവൻ്റാണ്. അപ്പം അതിനൊക്കെ എനിക്ക് ഒരു ബൊട്ടീക്ക് പൊന്നുരുന്തിയിലാണ് ആ ബൊട്ടീക്ക്, സെനോര ഡിസൈൻസ് ആണ്. എനിക്ക് അവരെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കൺട്രോളർ ബാദുഷയുടെ വൈഫ് ഉണ്ട്, മഞ്ജു. അപ്പം മഞ്ജു ഭയങ്കര ഡ്രസ് സെൻസ് ഉള്ള ഒരാളാണ്. അപ്പം മഞ്ജു ആണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പം നല്ല ഡ്രസ് ഡിസൈനൊക്കെ അവർ ചെയ്തു തന്നിട്ടുണ്ട് എനിക്ക്. പിന്നെ അങ്ങനെ കുറച്ചിങ്ങനെ അങ്ങനെ വാരി വലിച്ചൊന്നുമില്ല, കുറച്ചൊക്കെ എവിടെന്നെങ്കിലൊക്കെ ഇങ്ങനെ, അത് ചെറിയ ബൊട്ടിക്കിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നല്ല ചുരിദാസൊക്കെ കിട്ടുക. അപ്പോൾ അങ്ങനെയൊക്കെ മേടിക്കും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഐഡിയാസ് അനുസരിച്ചിട്ട് ഡ്രസ് ചെയ്യുന്നു. ഞാൻ തെസ്നി ചേച്ചിനെ എനിക്ക് തോന്നുന്നു ഇപ്പൊ സിനിമയിൽ നമ്മളിപ്പോൾ ലിറ്റിൽ ഹാർട്ട്സ് ചെയ്തപ്പോഴാണ് കുറെ അടുത്ത് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ ഫസ്റ്റ് കണ്ടത് എനിക്ക് തോന്നുന്നു മഴവിൽ ഇതുപോലെ തന്നെ നമ്മുടെ അമ്മയുടെ എന്റർടൈൻമെന്റ് അവാർഡ്സ് നടക്കുന്ന സമയത്ത്. അന്ന് ഞാനിങ്ങനെ ബീന ചേച്ചിനെ മുന്നേ ഇന്റർവ്യൂ എടുത്തിട്ടുള്ളതുകൊണ്ട് ഓടി വന്ന് മിണ്ടിയപ്പോഴാണ് തെസ്നി ചേച്ചി വന്ന് സംസാരിച്ചത്. പക്ഷെ അപ്പൊ സംസാരിച്ചപ്പോൾ എന്നെ മുന്നേ അറിയുന്ന പോലെയാണ് ചേച്ചി അന്ന് എന്നെ ട്രീറ്റ് ചെയ്തത്. എനിക്കങ്ങനെ ആദ്യമായിട്ട് ചേച്ചി കാണുകയാണെന്നുള്ളൊരു ഫീലേ ഉണ്ടായിരുന്നില്ല. അതെന്താ കാരണം എന്നറിയോ? ഒരു കിഡിലൻ ഹാങ്കർ ഒരു കുട്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു.
പാർവതി ഭായ്. അപ്പം ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കും ഈ ആളൊന്ന് കാണണം എന്ന്. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഇവൻറ്റിൽ ഞാൻ കണ്ടത്. അപ്പം എനിക്കൊരു വലിയ പരിചയക്കുറവ് തോന്നിയില്ല. കാരണം അത്രയും ആങ്കറിൻ്റെ കാര്യത്തിൽ പാർവതി അത്രയും പോപ്പുലാരിറ്റി വന്നു. അപ്പം എനിക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പം കണ്ടപ്പം നമ്മളിൽ ഒരാളാണെന്ന് തോന്നി. അതാണ് കാര്യം. താങ്ക് യു ചേച്ചി. ഓക്കെ, ഇപ്പൊ ഇൻഡസ്ട്രിയിൽ 34 വർഷം ആയി തോന്നുന്നു അല്ലേ ചേച്ചി? 3 വർഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ, അല്ലെങ്കിൽ 4 വർഷം എന്ന് പറയാം. അത് രണ്ടാക്കാം വേണമെങ്കിൽ ഒരുമിച്ച് പറയാനും കുഴപ്പമില്ല. പക്ഷെ 34 എന്ന് പറയുമ്പോഴല്ലേ ചേച്ചി ഒരു വെയിറ്റ് ഉള്ളത്? അയ്യോ, അങ്ങനെയൊക്കെ പറയുമ്പോഴേ ഇതിനപ്പം എന്തായിരിക്കും വയസ്സ് എന്നൊക്കെ ചേച്ചി അതാ ആലോചിച്ചത് ഞാൻ. കുറെ കാലായല്ലോ. അല്ല, പക്ഷെ അതിലപ്പുറം ഇത്രയും വർഷം ഇൻഡസ്ട്രിയിൽ നിൽക്കാന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. കാരണം ഇങ്ങനത്തെ നമ്മളുടെയൊക്കെ ഈ ഒരു മീഡിയ ഫീൽഡ് ഇൻഡസ്ട്രിയിലേക്ക് കയറുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴായിരിക്കും ഇതിൽ നിന്ന് പോകാൻ പോണത് എന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ടൈമാണ്. എപ്പോൾ വേണമെങ്കിലും പോകാം, എപ്പോൾ വേണമെങ്കിലും വരാം. നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ ഔട്ടാവും, നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് പിക്കപ്പ് ആവും. അങ്ങനെയാണ് ഈ ഇൻഡസ്ട്രി. ഭയങ്കര ഭാഗ്യമാണത്. കുറേ സൗന്ദര്യമോ കഴിവോ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ഭാഗ്യമാണ്. സിനിമ എപ്പോഴും ഒരു ഭാഗ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ 34 വർഷം ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ചേച്ചിക്ക് ഇപ്പം എന്താ തോന്നുന്നത് ഇത്രയും വർഷം കഴിയുമ്പോൾ? എൻ്റെ അമ്മേ, ഇത്ര വന്നോ ഞാൻ എന്നൊക്കെ തോന്നുന്നു എനിക്ക്. തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയൊക്കെ ആയല്ലേ ഞാൻ, ഇത്ര വർഷമായല്ലേ, എന്ത് നേടി എന്നൊക്കെ ഞാൻ നോക്കാറുണ്ട്. വലിയ നടിയെന്നൊന്നും ഞാൻ പേരെടുത്തിട്ടൊന്നുമില്ല, ആളല്ല, എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്ത് നേടി എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചു, എന്തായിരിക്കും പറയാ ചേച്ചി? ഞാൻ എന്ത് നേടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയെ എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റി. ഈ ഒരു കലാജീവിതത്തിൻ്റെ അതാണ് എനിക്ക് ഏറ്റവും പറ്റിയൊരു കാര്യം. അല്ലാതെ ഞാൻ വലിയൊരു നടിയെന്ന് പേരൊന്നും കേട്ടിട്ടില്ല. പിന്നെ എനിക്ക് തരുന്ന ക്യാരക്ടർ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിലവർക്കൊക്കെ അറിയാം. അതുണ്ട്. അത് ഒരു കാര്യം, അയ്യോ ഇച്ചിരി കൊടുത്താൽ ചെയ്യൂ കേട്ടോ, അല്ല ബെസ്റ്റ് ആക്കും എന്ന് അങ്ങനെ ചിലവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എനിക്കൊരു സമാധാനമുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഫാമിലി എനിക്ക് 34 വർഷവും അന്തസ്സായിട്ട് നോക്കാൻ പറ്റി. നല്ല അടിപൊളിയായിട്ട് കൊച്ചു ഫ്ലാറ്റ് എടുക്കാൻ സാധിച്ച്, ഒരു വണ്ടി വാങ്ങാൻ സാധിച്ചു. ഇതൊക്കെ കല എന്ന് പറയുന്നൊരു കാര്യമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ നടന്നത്. അതൊക്കെ സാധിച്ചു. അത് ഇപ്പം നമ്മുടെ ചോറാണ് ഇത് സിനിമ അഭിനയം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്നും നമ്മളെന്നും ഭക്തിയോടും പവിത്രതയോടുകൂടി കൊണ്ടുപോകണം മുമ്പോട്ടേക്ക്. എൻ്റെ ഒരു ഇതിൽ ഒരു കുഞ്ഞ് റോള് തന്നാൽ പോലും ഞാനത് ബെസ്റ്റാക്കിയിട്ട് പോകണം എന്നുള്ളൂ. എനിക്കവിടെ പരാതിയോ പരിഭവമോ ഒന്നുമില്ല. ചിലപ്പോൾ മനസ്സിൽ ആ ഒരു കുഞ്ഞ് റോള് തന്ന് ഞാൻ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ആ സിനിമ കാണുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയ റോള് ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവാം. അപ്പോൾ മനസ്സിനുള്ളിൽ സങ്കടം ഉണ്ടാവും, ഇവർക്കത് തന്നൂടായിരുന്നോ. പക്ഷേ അവരുടെ കണ്ണിൽ എനിക്കിത് മതിയെന്നായിരിക്കാം, അതുകൊണ്ടായിരിക്കും അത് തരുന്നത്. പക്ഷേ എന്നാലും ഞാനത് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ചെയ്തുള്ള കാശും മേടിച്ച് ചേച്ചി പറഞ്ഞ പോലെ ഫാമിലി ഒക്കെ നന്നായിട്ട് അത് നല്ലൊരു അതാണ് എനിക്ക് എൻ്റെ ഒരു സമ്പാദ്യം. എൻ്റെ ഫാമിലിയാണ് എൻ്റെ സമ്പാദ്യം. ഓക്കെ, ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഇപ്പൊ ഒരു സിനിമയിൽ കുറേ ക്യാരക്ടേഴ്സിന്റെ ഒപ്പം ഒരു ക്യാരക്ടറായിട്ട് ചെയ്യുന്നത് ഭയങ്കര ഒരു വിഷമമായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കുറേ ക്യാരക്ടേഴ്സിൻ്റെ ഇടയിൽ ഒരു ക്യാരക്ടറായിട്ട് വിഷമമല്ല, നമുക്ക് ചിലപ്പം ഒരു സ്പേസ് ഉണ്ടാവില്ല. ചിലപ്പം സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാര്യസ്ഥൻ എനിക്ക് സ്പേസ് ഉണ്ടായിരുന്നു ആ പടത്തിൽ. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അതിൽ. ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടാകുമ്പോൾ ഷൂട്ടിംഗ് സമയത്ത് പോലും അതിൽ അഭിനയിക്കുന്ന ലേഡി ആർട്ടിസ്റ്റുകൾക്കൊന്നും അറിയില്ല, എൻ്റെ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ലായിരുന്നു. ഈവൻ എനിക്ക് പോലും നിശ്ചയമില്ല. എന്നെ വിളിക്കുന്നു, ഷോട്ട് അഭിനയിക്കുന്നു, ആ സുരാജിനോട് അത് പറയുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സംഭവം കൊള്ളാലോ എന്നെനിക്ക് തോന്നിയത്. എന്നിട്ട് ഞാൻ മിണ്ടിയില്ല, അതേമേ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, കുറക്കാതിരുന്നാ മതി, ആരോടൊന്നും പറയണ്ട, മിണ്ടല്ല, അത് വെച്ചിങ്ങനെ ഇരുന്നു. പക്ഷെ അങ്ങനെ അപ്പോൾ അതാണ് പറയുന്നത്, കുറേ ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു സ്പേസ് ഉണ്ടായ സന്തോഷമാണ്. അല്ല, അത് അത്രയും ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും അതിലിപ്പോൾ ഇപ്പൊ കാര്യസ്ഥൻ എന്ന സിനിമയിൽ ചേച്ചിയുടെ ക്യാരക്ടറിനെ എല്ലാവരും ഓർക്കുന്ന ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞിറങ്ങുമ്പോൾ അതെ ഈ ക്യാരക്ടർ ഓർമ്മ വേണം, അതുണ്ടായാൽ മതി. ഇപ്പോൾ ചിലപ്പോൾ ഒരു സീനിൽ അഭിനയിച്ചാലും പടം കഴിഞ്ഞിറങ്ങുമ്പോൾ ആ ക്യാരക്ടർ ഓർമ്മ ഉണ്ടാവും ചിലവർക്ക്. അങ്ങനെയൊക്കെ വരുന്നത് നല്ലതാണ്. ഓക്കെ, ഇപ്പൊ ചേച്ചിയുടെ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ചിരി എന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, ഒരുപാട് പേരെ ചിരിപ്പിച്ചിട്ടുള്ള ആളാണ് ചേച്ചി. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ചിരിയുടെ ഒപ്പം തന്നെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള സിനിമകളാണ് ട്രിവാൻഡ്രം ലോഡ്ജ്, ബ്യൂട്ടിഫുൾ, അങ്ങനത്തെ സിനിമകൾ. അതിൽ നമുക്ക് തെസ്നി ചേച്ചിയുടെ അഭിനയം എല്ലാവർക്കും ഒരു സന്തോഷം തരുന്നുണ്ട്, ഒരു കോമഡി എലമെന്റ് അതിലുണ്ടെങ്കിലും ശരിക്കും ആ കഥാപാത്രം ഭയങ്കര സീരിയസ് ആയിട്ട് പോകുന്ന ഒരു ക്യാരക്ടറും കൂടെയാണ്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ചേച്ചി എടുക്കുന്ന ഡിസിഷൻസ് എങ്ങനെയാ? ബിക്കോസ് അതൊരു ഒരു വുമൺ എന്ന് പറയുമ്പോൾ അത്തരം ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമ്മളൊന്ന് ചിലപ്പോൾ വേണോ വേണ്ടയോ എന്നൊക്കെ ഒന്ന് ആലോചിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ആണ്. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല. കാരണം
ഞാൻ ചെറുപ്പം മുതലേ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ സിനിമയിലേക്ക് എങ്ങനെ വരും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നമ്മുടെ ഫാമിലി മുസ്ലിം ഫാമിലി ആയതുകൊണ്ട് ഈ സിനിമയിൽ എങ്ങനെ വരണം എന്നൊന്നും ഇപ്പോൾ MT അങ്കിള് ഞാൻ അറിയുന്ന MT വാസുദേവൻ അറിയുന്നായിരുന്നു, PVG അറിയുന്നായിരുന്നു, ഒക്കെ കാലിക്കറ്റ് നമ്മുടെ ഫാമിലിയായിട്ട് അറിയുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നാൽ പോലും അവരോടൊക്കെ ചെറുപ്പത്തിൽ മമ്മി തമാശയൊക്കെ കാണുമ്പോൾ പറയുമെങ്കിലും അവരൊക്കെ വേണ്ട, സിനിമ വേണ്ട, പഠിക്കട്ടെ കൊച്ച്, കുറച്ചും കൂടി കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഉറപ്പിച്ച് ഇനിയൊന്നും സിനിമയൊന്നും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയമാണ്. പിന്നെ ഓട്ടോമാറ്റിക്കായി എൻ്റെ എന്താ പറയുക, എൻ്റെ ഫ്യൂച്ചർ ഇങ്ങനെയാണ്, സിനിമയിലാണ് എനിക്ക് വിധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ സിനിമയിൽ വന്നു. സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ ഈ ട്രിവാൻഡ്രം പോലുള്ള ലോഡ്ജ് പോലത്തെ ഒരു സിനിമ എനിക്ക് കിട്ടുമ്പോൾ ഞാനപ്പോൾ പണ്ട് ചെറുപ്പത്തിൽ കുറേ സിനിമ കാണുമായിരുന്നു. മമ്മിയുടെ വീട്ടിലാണ് നിന്നത്. കോഴിക്കോട് 4ാം ക്ലാസ് വരെ അവിടെ പഠിച്ചത്, പ്രൊവിഡൻസിൽ കോഴിക്കോട്. അപ്പം മമ്മിയുടെ മാമന്മാരൊക്കെ ഭയങ്കര സിനിമാ ഭ്രാന്തന്മാരാണ്. ഇവരൊക്കെ സിനിമയ്ക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ കൂട്ടത്തിൽ ആൻറ്റിമാരൊക്കെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും. അപ്പം ഇങ്ങനെ കുറേ പഴയ സിനിമകൾ കാണുമ്പോൾ അന്നത്തെ നമ്മുടെ ജയഭാരതി, ശീലാമ്മ, ശാരദാമ്മ ഇവരുടെ പടങ്ങളൊക്കെയാണ് അന്ന്. നസീർ സാറ്, ജയൻ, ഇവരുടെ പടങ്ങളൊക്കെ അല്ലേ കാണുന്നത്. അവരും ഇത്തരം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഷീലാമ്മ ചെയ്തിട്ടുണ്ട്, അതേപോലെ ജയഭാരതി ചേച്ചി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അന്നൊന്നും ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് ക്യാരക്ടർ എന്നൊന്നും നമുക്ക് അന്ന് വിവരമില്ല. പക്ഷെ നമ്മൾ കുറച്ച് വലുതായി സ്കൂളിലൊക്കെ പഠിച്ച കാലത്ത് ഗീത ചേച്ചി, സീമ ചേച്ചിയൊക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് ഈ ക്യാരക്ടർ. അപ്പം നമുക്കറിയാം ഈ ക്യാരക്ടറിൻ്റെ ഇവരൊക്കെ ഇത്രയും ലെജൻസായി അവർ ചെയ്ത ക്യാരക്ടർ ആണ് എനിക്കും ഇങ്ങനെ ഈ ഒരു പടത്തിൽ കിട്ടുന്നത്. പക്ഷേ ഇത് പലതരത്തിൽ ചെയ്യാം ഈ കഥാപാത്രം. അതാണ് ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഗുണം. അതായത് വളരെ എക്സ്പോസായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം, വൾഗറായിട്ട് വേണമെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്യാം, വളരെ ഡീസൻ്റായിട്ടും ഈ ക്യാരക്ടർ ചെയ്യാം. 2 തരത്തിലും ചെയ്യാം. ആൾക്കാരെ വെറുപ്പിക്കുന്ന തരത്തിൽ ചെയ്യാം, ആൾക്കാരെ ചിരിപ്പിക്കുന്ന തരത്തിൽ ചെയ്യാം. അങ്ങനെ ഈ ഒരു ക്യാരക്ടറിന് ആ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം VK പ്രകാശ് എൻ്റെ അടുത്ത് പറഞ്ഞത് സാധാരണ ഒരു ചുരിദാറിട്ട ഒരു ലേഡി, ഇത്രയേ ഉള്ളൂ, ഒരു എക്സ്പോസും ഇല്ല. അപ്പം അത് പകുതി സമാധാനം, അക്കാര്യത്തിൽ നമ്മൾ ഓക്കെ. പിന്നെ ഇൻവോൾവ്മെൻ്റ് ആയിട്ടുള്ള സീൻസ് ഒന്നുമില്ല, മനസ്സിലായോ? അപ്പം അതും നമ്മൾ ഓക്കെ ആയി. പിന്നെന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? പിന്നെ നമ്മളുടെ എക്സ്പ്രഷൻസിലാണ് ആൾക്കാരെ നമ്മൾ പിടിച്ചിരുത്തേണ്ടത്. നമ്മുടെ സംസാരത്തിൽ ഡയലോഗ് പ്രസൻറ്റേഷൻ, എക്സ്പ്രഷൻ, ഇതൊക്കെയാണ് ആൾക്കാരെ രസിപ്പിക്കേണ്ടത്. അപ്പം അതാണ് എൻ്റെ മുമ്പിലുള്ള വെല്ലുവിളി. ഇത് 2 മാത്രമായിരുന്നു. അപ്പം അതെനിക്ക് ഓക്കെയാണ്. കാരണം എക്സ്പ്രഷൻസ് എന്ന് പറയാൻ കാരണം ഞാൻ അതിൽ വലിയ ബിരുദമൊന്നും എടുത്തതല്ല. പക്ഷേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സുമാരൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് ഞാൻ. അപ്പോൾ ടീച്ചർ പോയി ടീച്ചർ എങ്ങനെയൊക്കെ കുട്ടികളെ പഠിപ്പിച്ചത് അടുത്ത ടീച്ചർ വരുന്നതിന് മുമ്പ് ഞാൻ ക്ലാസ് കാണിക്കും. എനിക്ക് നല്ല പണിഷ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അന്നൊക്കെ. എന്നാലും ഞാൻ ചെയ്യും. അതാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ മാനറിസം എനിക്ക് പെട്ടെന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ മാനറിസം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കളിയാക്കല്ല, നമ്മളത് അനുകരിച്ച് ചെയ്യും. നമ്മളൊന്നും ചെയ്തു നോക്കുന്നു, കണ്ണാടിയിലൊക്കെ നോക്കിയിട്ടൊക്കെ നമ്മളൊന്ന് ചെയ്തു നോക്കും. അതേപോലെ പണ്ട് ഷീലാമ്മയുടെയും ജയഭാരതിയുടെ ഒക്കെ പാട്ടൊക്കെ ഒരു പാട്ടുണ്ട്, പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിൽ. ആ പാട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജയഭാരതി ഇങ്ങനെ ഒരു പ്രതിമ പിടിച്ചിട്ടൊക്കെ പാടുന്നു. അപ്പോൾ ഈ സിനിമ കണ്ടതിന് ശേഷം ഞാനും ഒരു ബൊമ്മക്കുട്ടി പിടിച്ചിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് പുലയനാർമണിയമ്മ പാട്ടൊക്കെ പാടി വെറുതെ അഭിനയിക്കും. ഷൂട്ടിംഗ് എന്ന പോലെയൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ പണ്ട് മുതലേ ഈ ഒരു പ്രാന്തി ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ കിട്ടിയപ്പോൾ എക്സ്പ്രഷൻസ് ഒക്കെ ഇടാനൊരു പ്രയാസം തോന്നാതെ ഇരുന്നത്. അത് മൈന്യൂട്ടായിട്ട് സിനിമയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. സിനിമയിൽ നമ്മൾ അഭിനയിക്കേണ്ട ബിഹേവിങ് ആണ് സിനിമ എന്ന് പറയുന്നത്. ഓവറായിട്ട് അഭിനയിക്കുകയോ, അതേപോലെ VK പ്രകാശ് പറയുന്നത് പിരിയം പൊക്കി സംസാരിക്കുക, കണ്ണുകൊണ്ട് അങ്ങനെ ഒന്നും കാണിക്കരുത്. നമ്മൾ വെറുതെ സംസാരിക്കുക അങ്ങോട്ടേക്ക്. നമ്മൾ എങ്ങനെ ഇപ്പം ഞാനും മോളോട് എങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ അങ്ങ് സംസാരിച്ചാൽ മതി. അതാണ് സിനിമ ബിഹേവിങ്. അല്ലാണ്ട് നമ്മൾ ഓവറായിട്ട് ഞാൻ അഭിനയിക്കുകയാണ് എന്നൊരു തരത്തിലൊരു സിനിമയിൽ അഭിനയിച്ചാൽ അത് അത്ര ഫ്ലോപ്പായിരിക്കും. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് സിനിമയ്ക്ക്. അത് വളരെ ശ്രദ്ധിക്കണം. മൈന്യൂട്ടായിട്ട് മാത്രം, വലിയ ബിഗ് സ്ക്രീനാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞ് എക്സ്പ്രഷൻസ് പോലും നമ്മളിത് പിടിക്കും ആൾക്കാർ. എങ്ങനെയാണ് നമ്മുടെ കണ്ണ്, മൂക്ക് എല്ലാം ഭയങ്കര ആയിട്ട് എക്സ്പോസ് ആയിട്ട് കാണിക്കുന്നതല്ലേ. അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ ഈ ഒരു സിനിമ കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഡയറക്ടേഴ്സിൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ കൂടുതലറിയാം. അതേപോലെ തന്നെയാണ് കോമഡിയിൽ നമ്മൾ കോമഡി കാണിക്കാൻ വേണ്ടി മുഖം കൊണ്ടോ കണ്ണുകൊണ്ടോ ഗോഷ്ടി കാണിക്കുന്ന എല്ലാ കോമഡിയിൽ നിന്നാണ് എനിക്ക് പണ്ടേ അറിയാവുന്ന. അങ്ങനെയാണ്. അങ്ങനെ അത് സ്റ്റേജിൽ ഓക്കെയാണ്. സ്റ്റേജിൽ നമ്മൾ എത്രയും ഓവറായാലേ ജനങ്ങൾ കാണുള്ളൂ. സിനിമയിൽ വേണ്ട. സിനിമയിലെന്ന് പറയുന്നത് കോമഡി എനിക്കൊക്കെ ഇഷ്ടം എന്ന് പറയുന്നത് സിറ്റുവേഷൻസ് കോമഡിയാണ്. സിറ്റുവേഷൻ എങ്ങനെ അതിൽ നമ്മൾ ചിരിപ്പിക്കാം. നമ്മളൊരു കാര്യം പറയുമ്പോൾ തന്നെ ഒരാൾ ചിരിക്കില്ലേ, അത് കോമഡിയാണ്. അവർ ചിരിച്ചല്ലോ, അപ്പൊ നമ്മൾ തമാശയല്ലേ പറഞ്ഞത്. ചേച്ചി ഇങ്ങനെ റീസെന്റ് ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരാളെ കളിയാക്കുന്നതല്ല കോമഡി. ഒരിക്കലല്ല.
ഒരാൾ ഒരിക്കലും തേജോവധം ചെയ്തതെന്നല്ല കോമഡി. പരിഹസിക്കുക അതൊന്നും കോമഡിയല്ല. കോമഡി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള സിറ്റുവേഷൻസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിങ്ങനെ നമ്മൾ സാധാരണ ഇങ്ങനെ പറഞ്ഞു പോയി, എന്നാലും അത് കഷ്ടമായി പോയെന്ന് പറയുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് ചിരി വരും. അതൊക്കെയാണ് എനിക്കിഷ്ടം. അത് അങ്ങനത്തെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ചെയ്യും. പക്ഷെ പറയുന്നത് അതൊക്കെ കിട്ടാനും അങ്ങനെയൊക്കെ ചെയ്യാനും ഒക്കെ ഭാഗ്യം എന്ന് പറഞ്ഞൊരു സാധനം കൂടി നമുക്ക് വേണം. അല്ല, ഇപ്പോൾ കുറേ ആർട്ടിസ്റ്റ് ഇപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയം അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു കഥാപാത്രം കിട്ടുമ്പോൾ ചില ക്യാരക്ടേഴ്സിന് നമ്മൾ കുറച്ച് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ചില സാധാരണ ഒരു ക്യാരക്ടർ ആണെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഡെയിലി ലൈഫിൽ ആളിങ്ങനെയാണ്. ഇപ്പോൾ ചേച്ചി പറഞ്ഞാൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ക്യാരക്ടർ ചെയ്യുമ്പോൾ ഈ ക്യാരക്ടർ വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഈ ക്യാരക്ടർ നമ്മൾ സാധാരണ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവരിങ്ങനെ മുല്ലപ്പൊക്കെ ചൂടി അവർ നിൽക്കുന്നത് കുറച്ചും കൂടി അണിഞ്ഞൊരുങ്ങിയിട്ടായിരിക്കും. അപ്പോൾ അവരുടെ ജോലി അതാണ്. അപ്പോൾ അവർ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ കാറിലിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രി പോകുമ്പോൾ നമ്മൾ കാറിലിരിക്കുന്ന നമ്മുടെ ആർട്ടിസ്റ്റുകളെ ദാ നിൽക്കുന്നുണ്ടാ എന്നൊക്കെ പറയും. മിമിക്രിയിലൊക്കെ സിനിമയിലൊക്കെ ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോൾ നിൽക്കുന്നുണ്ടാ ദാ ചിരിക്കുന്നടാ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവരിങ്ങനെ മുല്ലപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അപ്പം ഇങ്ങനെയൊക്കെ വിളിക്കുന്നതാണ്. അതാണ് സംഭവേ, ശുശു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. അപ്പം അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നിൽക്കുന്നതും. പിന്നെ വെറുതെ ഒരാൾ നടന്നു പോകുമ്പോൾ കൂടെ ഇങ്ങനെ വെറുതെ പുള്ളിക്കാരിയും പുറകെ പോകും, ഇങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞ് ഇങ്ങനെ വരുന്നു, അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഇതാണ് ട്രിവാൻഡ്രം ലോഡ്ജിൽ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അത്രേ ഉള്ളൂ. കാരണം വരുന്നോ വാച്ചേട്ടാ ഇങ്ങോട്ട് വാച്ചേട്ടാ അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. വെറുതെ ഒന്ന് ഇങ്ങനെ തലകൊണ്ട് കാണിച്ചാൽ മതി. അപ്പം അതൊക്കെ നമ്മൾ ഇതിങ്ങനെ കണ്ടതുകൊണ്ടാണ് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഈ പടം ഓക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ട് രാത്രി കാറും എടുത്തിട്ട്. പോയിട്ട് വെറുതെ ഓടിച്ചു പോയി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പാവം തോന്നും പക്ഷെ സത്യത്തിൽ, കാരണം അവരുടെ ജോലിയാണത്. ഓക്കെ. പക്ഷെ ഇത്തരം ക്യാരക്ടേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് സിനിമയിൽ ചേച്ചിക്ക് വരുന്ന കഥാപാത്രങ്ങൾ അത് എപ്പോഴെങ്കിലും ടൈപ്പായി പോവും. അതാണ്. പക്ഷെ ഞാൻ പറട്ടെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ സീമ ചേച്ചിയും അംബിക ചേച്ചിയും അതേപോലെ എല്ലാവരും മിക്ക വലിയ ആർട്ടിസ്റ്റുകളും ഇങ്ങനത്തെ റോളുകൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര അവരൊക്കെ ഭയങ്കര ആക്ടിംഗ് ആണ് ഇത് ചെയ്തിട്ടുള്ളത്. അവരൊക്കെ ഭയങ്കരമാക്കി വെച്ചിട്ട് അവർ പല തരത്തിലെ ക്യാരക്ടറുകൾ വേറെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഹൗസ് വൈഫായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, കോളേജ് ലെക്ചർ, ഡോക്ടർ ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്ന് പറയുന്നത് അത് ഒരു അങ്ങനെയുള്ള റോള് ചെയ്ത ആളെ ഇങ്ങനെയുള്ള റോൾ എങ്ങനെ കൊടുക്കും എന്നുള്ളൊരു സംസാരം ഞാൻ എൻ്റെ ചെവിയിൽ കിട്ടി. എനിക്ക് നെട്ടിപ്പോയി. കാരണം വെച്ചാൽ എന്താ അങ്ങനെ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എല്ലാ റോളുകളും നമ്മൾ ചെയ്യണം. നമ്മളൊരു പിച്ചക്കാരിയായി ചെയ്തിട്ട് അയ്യോ ഇത് പിച്ചക്കാരിയാണ് അതിനി നമ്മൾ ഡോക്ടറാക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ ചിലവരങ്ങനെ ഇമേജ് ആക്കി കളയും. ഒരു പോലീസുകാരൻ്റെ വേഷം കൊടുത്താൽ അയാൾ എല്ലാ പടത്തിലും പോലീസുകാരനായിരിക്കും, ഒരു മണവാളൻ്റെ വേഷം കൊടുത്താൽ അയാൾ എല്ലാ പടത്തിലും മണവാളനായിരിക്കും. അപ്പം അതിനൊരു മാറ്റം വരുത്തണം. മാറ്റം വന്നിട്ടുണ്ടാവായിരിക്കാം ഇപ്പം. അപ്പോൾ എനിക്കിങ്ങനെ ഒരു പ്രശ്നം വന്നു. ഇപ്പോൾ നല്ലൊരു ഹൗസ് വൈഫ് അല്ലെങ്കിൽ നല്ലൊരു ഹീറോയിൻ്റെ അമ്മ ഒക്കെ വേണമെങ്കിൽ എനിക്ക് ചേച്ചി റോളൊക്കെ ചെയ്യുമ്പോൾ ചിലവർ പറയുന്നതെന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ, അയ്യോ അത് ഇങ്ങനെ റോളുകളല്ലേ ചെയ്യുന്ന ആളല്ലേ. പക്ഷെ അത് അവരുടെ വിഡിത്തമാണത് അവർ പറയുന്നത്. അവർക്കത് അറിഞ്ഞു കൊടുക്കുക. അവരൊരു കലാകാരല്ലാന്നേ ഞാൻ പറയുള്ളൂ സത്യത്തിൽ. ഒരു കലാകാരനും കലാകാരി എന്ന് പറഞ്ഞാൽ എല്ലാ റോളുകളും ചെയ്യണം. അതെ. അല്ല, ഇത്തരം ആളുകളൊക്കെ റിയാലിറ്റിയിൽ ഉള്ളതുകൊണ്ടാണ് അവരെയൊക്കെ നമ്മൾ സിനിമകളിലേക്കും കൊണ്ടുവരുന്നത്. അപ്പൊ അവരും ഒരു ക്യാരക്ടറാണ്. ചേച്ചി പറഞ്ഞത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹമൊക്കെ തോന്നിയിട്ടുള്ളത്? എനിക്ക് ഏത് ക്യാരക്ടർ തന്നാലും എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. നന്നായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ഏത് ക്യാരക്ടറും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പശീലി പണ്ട് ശോഭ ചെയ്ത പോലെ ഈ തെരുവിൽ പിച്ചക്കാരിയൊക്കെ ആയിട്ട് അങ്ങനത്തെ കഥ. എനിക്ക് ശരിക്കും ഗ്ലാമറസ് ആയ റോളുകൾ ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഒരുപാട് ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് വില്ലത്തി അത് ചെയ്യാൻ ഇഷ്ടമല്ല, ഗ്ലാമറായിട്ട് ചെയ്യാൻ ഇഷ്ടമല്ല. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ഡൗൺ വർത്തായിട്ടുള്ള ഭയങ്കര ഡൗൺ ആയിട്ടുള്ളൊരു കഥാപാത്രം കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ചെയ്യാൻ, വിത്തൗട്ട് മേക്കപ്പിൽ. അങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹങ്ങൾക്ക് ഒരുപാട് എനിക്കുണ്ട്. അവാർഡ് പോലത്തെ മൂവീസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എനിക്ക്. അങ്ങനെ ആക്ടിങ് നമുക്ക് എങ്ങനെ നമ്മുടെ കഴിവ് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ, കോമഡി അല്ലാത്ത രീതിയിൽ വളരെ സീരിയസ് ആയ റോളുകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതെല്ലാവർക്കും ആഗ്രഹം എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാവും. പക്ഷെ അതൊക്കെ കിട്ടുന്ന സമയത്ത് ചെയ്യും, ഇല്ലെങ്കിൽ ഇങ്ങനെ പോകും. അത്രയേ ഉള്ളൂ. ഇപ്പം ഈ കോമഡി ഞാൻ പറഞ്ഞു ചേച്ചി ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു ടൈമിലൊക്കെ കോമഡിയിലേക്ക് ഭയങ്കരമായിട്ട് കാറ്റഗറൈസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ?
ഇല്ലില്ല അങ്ങനെ ഞാനങ്ങനെ സത്യം പറഞ്ഞാൽ ഈ കോമഡിയിൽ വലിയ ആളാണെന്ന് ഞാൻ ഒരിക്കലും എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോമഡി റോൾ ചെയ്യുന്നില്ല. എനിക്ക് അങ്ങനെ കോമഡി റോളുകൾ അധികമൊന്നും സിനിമയിൽ കിട്ടിയിട്ടില്ല. ഇല്ല ഞാൻ സിനിമാല പോലത്തെ സംഭവങ്ങളാണ് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. സ്കിറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളൂ. സിനിമയിൽ എനിക്ക് വളരെ കുറവാണ് കോമഡി. കാര്യസ്ഥൻ തന്നെ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്തത്. പക്ഷേ സിറ്റുവേഷനാണ് അതിലെ കോമഡി. മാറിപ്പോണതും പൈസക്കാരിയുടെ വീട്ടിലെ മൂത്ത മോളാന്ന് വിചാരിക്കുന്നൊക്കെ അത് എൻ്റെ തെറ്റല്ല, അത് സിറ്റുവേഷനാണ്. അപ്പോൾ ആൾക്കാർക്ക് സ്വതവേ ചിരി വരും. അങ്ങനെയുള്ള പടങ്ങളാണ് കൂടുതലും ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പണ്ട് ചേച്ചി ഡെയ്സി സിനിമയിൽ കമലഹാസൻ സാറിന്റെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായി? അത് ഭയങ്കരമല്ല. നമുക്ക് എന്താണ് സിനിമ എന്നറിയാത്ത സമയത്ത് വന്ന് പെട്ട ഒരു സിനിമയാണത്. അപ്പം ഇവരുടെ വില മനസ്സിലാവാണ്ട് വന്ന് ഇരിക്കുകയാണ്. കഥ അറിയാതെ ആട്ടം കാണാന്നൊക്കെ പറയില്ലേ. സത്യത്തിൽ ഇപ്പം ചിന്തിച്ച് നോക്കുമ്പോൾ ലെജൻസാണ് അവരൊക്കെ. അയ്യോ, ഞാൻ അഭിനയിച്ചത് ആരാ ഡയറക്ടർ? പ്രതാപ് പോത്തൻ. ആരാ ക്യാമറമാൻ? അശോക് കുമാർ. എൻ്റെ അമ്മേ, വലിയ ക്യാമറമാൻ, ഹിന്ദി പടങ്ങളൊക്കെ ചെയ്ത ക്യാമറമാൻ. ആരൊക്കെ അഭിനയിക്കുന്ന? കമലഹാസൻ സാറ്, പിന്നെ ക്യാപ്റ്റൻ രാജു സാറുണ്ടായിരുന്നു, ലാലു ലക്സി, ലക്ഷ്മി, ഹരീഷ്, സോണിയ, ഇവരൊക്കെയായിരുന്നു അന്നത്തെ ന്യൂജൻ പിള്ളേർ. അന്നത്തെ ന്യൂജൻ്റെ മൂവിയായിരുന്നു അത്. നല്ല അന്ന് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ലൗഡയിൽ സ്കൂളിലായിരുന്നു ഊട്ടിയിൽ. സിനിമ ഭയങ്കര രസമായിരുന്നു. അന്ന് ഒരു കുടുംബം പോലെയായിരുന്നു. പ്രതാപങ്ങളിൽ അന്ന് അങ്കിളിൽ നിന്നൊക്കെ വിളിക്കുക. പ്രതാപങ്ങളിൽ ഞങ്ങളെല്ലാവരും കുട്ടികളെ പോലെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഒരുമിച്ച് ഊട്ടിയിൽ ഒരുമിച്ച് ഷൂട്ട് കഴിയും. വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ച് കിച്ചണിൽ കയറിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കും, ചിക്കൻ കറി, അങ്ങനെയൊക്കെ നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുക. പ്രൊഡക്ഷൻ കുക്കൊന്നും വേണ്ടാന്ന് പറയും. സാർ വേണ്ട, ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാമെന്നുണ്ട്. നമുക്ക് ആ ഹോട്ടലിൽ താമസിക്കുന്ന സ്ഥലത്ത് കിച്ചണുണ്ട്. അവിടെ എല്ലാവരും കൂടി കയറി കുക്ക് ചെയ്യുക, കഴിക്കുക. ക്യാമ്പ് ഫയറാണ്. രാത്രി ആകുമ്പോൾ എല്ലാവരും വിറകൊക്കെ കത്തിച്ച് ചുറ്റും ഇരുന്ന് പിന്നെ പറയുക ഡാൻസ്, പാട്ട്, അങ്ങനെയൊക്കെ. സിനിമ കൊള്ളാലോ. സിനിമ അങ്ങനെയൊന്നുമല്ല, ഈ പടം അങ്ങനെയാന്ന് ഓർത്തിട്ട് വിട്ടിയായ ഞാൻ വിചാരിക്കും സിനിമ കൊള്ളാലോ എന്ന് വിചാരിച്ചു ഞാൻ. പക്ഷെ പിന്നെ പോയപ്പോഴാണ് സിനിമ എന്താണ് എന്ന് മനസ്സിലായത്. സിനിമ എന്താ ചേച്ചി എന്താ മനസ്സിലാക്കിയ? ശരിക്കും അല്ല, സിനിമയിൽ നിൽക്കാൻ നമ്മൾ നന്നായിട്ട് പഠിക്കണം. സർവൈവ് ചെയ്യാനായിട്ട്. അതെ, അതിന് ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം. അല്ലാതെ നമുക്ക് സിനിമയിൽ നിൽക്കാൻ പറ്റില്ല. നമ്മൾ എല്ലാവരോടും നമ്മൾ ഒരുപോലെ നിൽക്കണം. മനസ്സിൽ അത് നമ്മൾ സംസാരിക്കേണ്ടവരോട് സംസാരിക്കണം. നമ്മൾ മിണ്ടണ്ടെന്ന് തോന്നാത്തവരോട് അത് സൈലൻ്റായിട്ട് നിൽക്കണം. അവിടെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് നിന്ന് പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഓപ്പൺ മൈൻഡ് എല്ലാവരോടും ആയിക്കഴിഞ്ഞാൽ നമ്മളത് ഒരുപാട് ബാധിക്കും. ഒരുപാട് സംസാരിച്ച് നമ്മൾ വിഡ്ഢിത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പറയുന്നതെല്ലാം മറ്റുള്ളവർ കേൾക്കുന്നത്. അത് വേറെ രീതിയിലൊക്കെ പോയിട്ട് നമുക്ക് ചിലപ്പോൾ ഔട്ടാവാൻ വരെ നമുക്ക് സാധ്യതയുണ്ടാവും. ആരോട് എന്ത് പറയണം, ആരോട് എങ്ങനെ പെരുമാറണം, ആരോട് എങ്ങനെ നിൽക്കണം എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഫീൽഡാണ് സിനിമ. അങ്ങനെ നിൽക്കുന്നവർക്ക് എന്നും നിൽക്കാൻ സാധിക്കും. എന്നാൽ എതിർക്കേണ്ടവർക്ക് മാക്സിമം എതിർക്കാനൊന്നും പോവരുത്. കാരണം നമ്മൾ നമ്മുടെ കാര്യം നോക്കി നിൽക്കുക. നമ്മൾ ഒരാൾക്ക് നമ്മളെക്കുറിച്ചൊരു പരാതി വരാതെ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പം പണ്ടൊന്നും ക്യാരവണില്ല, ഇപ്പോഴൊക്കെ ക്യാരവൺ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അത് നമുക്ക് തരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു പരാതി പെടേണ്ട ആവശ്യമില്ല. പരാതി പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അവർക്ക് ക്യാരവൺ ഉണ്ടെങ്കിലേ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവർ അധികം ഇപ്പോഴത്തെ കാലത്ത് ഈ മൊബൈലൊക്കെ വന്നതുകൊണ്ട് ഇപ്പം എല്ലാ പ്രൊഡ്യൂസേഴ്സും ക്യാരവൺ തരും എല്ലാവർക്കും. അത് ജൂനിയർ സീനിയർ എന്നൊന്നുമില്ല. ക്യാരക്ടർ റോളുകൾ ചെയ്യുന്നതൊക്കെ ഹീറോയിൻസിനൊക്കെ ഈ പ്രാവശ്യം ഈ പ്രൊഡ്യൂസേഴ്സ് ഇപ്പോൾ ഉള്ള പ്രൊഡ്യൂസേഴ്സൊക്കെ എന്താ പറയുന്നത്, നല്ല ട്രീറ്റാണ് നമ്മുടെ സിനിമയിൽ. നമുക്കൊരു ബുദ്ധിമുട്ടുകളും വരുത്താറില്ല. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരേപോലെയാണ് എല്ലാവർക്കും. അതേപോലെ നമ്മുടെ സെറ്റിൽ ചെന്നാലും എല്ലാവർക്കും നല്ലത് തന്നെയാണ്. വലിയ ആൾക്കാർക്ക് വേറെ, ചെറിയ ആൾക്കാർക്ക് വേറെ, അങ്ങനെയൊന്നും നമുക്ക് ഈ കുറേ കാലങ്ങൾക്കായിട്ട് ഇങ്ങോട്ട് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് ഒരു സിറ്റുവേഷനിൽ ഒരു ക്യാരവൺ കിട്ടിയില്ല എന്ന് വെച്ചോ, നമുക്ക് ഫുള്ളായിപ്പോയി, നമ്മൾ ചിലപ്പം അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താലും നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ അറിഞ്ഞ് നമുക്ക് തന്നിരിക്കും. അത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ടോക്കായിട്ട് അത് വേറെ രീതിയിൽ പോയാൽ നമുക്ക് ചിലപ്പോൾ ഉള്ള വർക്കും കൂടി ഇല്ലാണ്ടായി പോകും. സമാധാനം പോകും, എല്ലാം പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ പറയേണ്ടടുത്ത് സംസാരിക്കുക. അതൊക്കെ കുറേ പഠിക്കണം. ഞാനൊക്കെ കുറേ പൊട്ടത്തരം പണ്ട് കാണിച്ചിട്ടുണ്ട്. വെറുതെ തമാശകളും കാര്യങ്ങളൊക്കെ പറയും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പറയുന്ന പോലെ വിഡ്ഢിത്തമാണെന്ന് പറയും, പൊട്ടത്തിയാന്ന് പറയും. പക്ഷെ നമ്മൾ പൊട്ടത്തിയല്ല, വിഡ്ഢിത്തമല്ല. നമ്മൾക്ക് നല്ലോണം ആലോചിക്കാൻ കഴിവുണ്ട്, നമുക്ക് ഓരോരുത്തരെ മനസ്സിലാക്കാനും കഴിവുണ്ട്. പക്ഷെ നമ്മളത് കാണിക്കാതെ നമ്മളൊരു പൊട്ടം കളിച്ച് നിന്നതാണെന്ന് പണ്ടൊക്കെ. പക്ഷെ ആ പൊട്ടം കളിച്ച് നിൽക്കുന്നത് ചിലപ്പം ചിലവർക്കത് ഇഷ്ടപ്പെടാവുകയും വരാം.
കുറേ കാര്യങ്ങളുണ്ട് മോളെ. പിന്നെ ഭാഗ്യം എന്ന് പറയുന്ന സംഗതി കൂടുതലുണ്ടെങ്കിൽ എത്ര എതിർത്താലും എന്ത് പറഞ്ഞാലും അവർ കയറിപ്പോവും. ഭാഗ്യം ദൈവാധീനമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ. ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ്, ഇപ്പം ലിറ്റിൽ ഹാർട്ട്സ് സിനിമ ഷൂട്ട് ചെയ്യണ സമയം നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ, കൂടുതൽ സമയം നമ്മൾ അമ്മയും മോളും ആയതുകൊണ്ട് നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പം തെസ്സിൻ ചേച്ചി എനിക്ക് പറഞ്ഞു തന്ന സെയിം ഇതേ കാര്യം തന്നെയാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് തന്നെ വാങ്ങണം മോളെ എന്ന ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു. നമുക്ക് അവിടെ വേറെ പ്രശ്നങ്ങൾ, പക്ഷേ ഈ സിനിമയുടെ ഓരോ കാര്യങ്ങൾ ചേച്ചി ഉപദേശമായിട്ടൊക്കെ എനിക്ക് തന്നുകൊണ്ടിരുന്നപ്പോൾ ഓരോ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ പഴയ കഥയൊക്കെ ചോദിക്കുന്നതിന് ഒരു മിതത്വം കാണിച്ചാൽ മതി. നമ്മൾ ചോദിച്ച് മേടിക്കാം, നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. നല്ല പ്രൊഡക്ഷൻ ആയിരുന്നല്ലോ അത്. അപ്പം നമുക്ക് ചേട്ടാ ഇങ്ങനൊരു കാര്യമുണ്ട്, എനിക്ക് കിട്ടിയാൽ കൊള്ളാം. എനിക്ക് രാത്രി ഇനിയിപ്പോൾ നമുക്ക് കഞ്ഞി വേണ്ട, ചപ്പാത്തി മാത്രം മതി, ചപ്പാത്തിയും ചിക്കനും മതി, കഞ്ഞി വെക്കണ്ട എന്ന് പറയണമെങ്കിൽ നമ്മളിതേ എനിക്ക് കഞ്ഞി വെക്കാനോ നിൽക്കരുത് കേട്ടോ, എനിക്ക് ചപ്പാത്തിയും ചിക്കനും മതി, നിങ്ങൾ ഈ കഞ്ഞി കൊണ്ടുവന്നിട്ട് വെറുതെ വേസ്റ്റായി അങ്ങനെ പറയാതെ ചേട്ടാ ചപ്പാത്തിയും ചിക്കനും മാത്രം മതി ചേട്ടാ, കഞ്ഞി അവിടെ ഇതാ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ചോദിക്കണം. അങ്ങനെ വെച്ചാൽ ഭയങ്കര സന്തോഷാവില്ലേ. കഞ്ഞി വേണ്ട, ചപ്പാത്തി മതി കിട്ടിയാൽ കള്ള. അതിനെന്താ ചപ്പാത്തി മതി, ചപ്പാത്തി മതിയല്ലോ തെസ്നിക്ക്, കഞ്ഞി വേണ്ട, കഞ്ഞി വേണ്ട. ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ അവര് ഹാപ്പി, നമ്മൾ ഹാപ്പി, അത്രേ ഉള്ളൂ. ഇപ്പോൾ സിനിമയിൽ വന്നതിന് ശേഷം ഇപ്പോൾ ചേച്ചി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഹാപ്പി ആയിട്ടുള്ള തെസ്നി ചേച്ചിക്ക് ഒരു വിഷമം വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ശരിക്കും? അങ്ങനെ പെട്ടെന്ന് ഡൗൺ ആക്കാൻ പറ്റുന്ന ഒരാളായിട്ടൊന്നും എനിക്ക് അങ്ങനെ. അയ്യോ പെട്ടെന്ന് പാർവതി ചിരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർ 2 ദിവസം 3 ദിവസം ചിരിച്ചിട്ട് 4ാമത്തെ ദിവസം ചിരിച്ചില്ലെങ്കിൽ ഞാൻ ഡൗണാ. അങ്ങനെയുണ്ട്. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ ഭയങ്കര ഡീപ്പായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു, നമ്മൾ അയാളെ വിശ്വസിച്ച് നമ്മളങ്ങോട്ട് ചതിച്ചു കഴിഞ്ഞാലേ നമ്മൾ ഭയങ്കര ഡിപ്രഷനായി പോകും. സിനിമയ്ക്ക് പുറത്താണ് എനിക്ക് ഒരുപാട് വിഷമങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു. അതിൽ രണ്ട് പേര്, ഒരു ഫ്രണ്ട്, നല്ലൊരു ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ട് മാത്രമല്ല കുടുംബ സുഹൃത്തും ഒക്കെ ആയിരുന്നു. പക്ഷെ അതൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തെറ്റിദ്ധാരൻ്റെ പുറത്ത് എന്താണെന്നറിയില്ല വിട്ട് പിരിഞ്ഞു പോയി. അത് സോൾവ് ചെയ്യാൻ ചേച്ചി ശ്രമിച്ചു? സോൾവ് ആവില്ല അത്. പുള്ളിയുടെ ക്യാരക്ടർ പിന്നെ അങ്ങനെയാണെന്ന് മനസ്സിലായി പിന്നീട്. അപ്പം അതുകൊണ്ട് പിന്നെ അതങ്ങനെ പോയി. അത് പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. നല്ല സുഹൃത്തുക്കൾ പോകുമ്പോഴുള്ള വിഷമങ്ങൾ ഭയങ്കരമാണ്. അത്രയേ ഉള്ളൂ. അതെ. ഇപ്പോൾ ഇൻഡസ്ട്രിയിലെ സൗഹൃദങ്ങളെ പറ്റി ചോദിച്ചാലോ? ഇൻഡസ്ട്രിയിൽ സൗഹൃദങ്ങൾ എന്ന് പറയാനും ഇപ്പോൾ അന്ന് വന്ന കാലം തൊട്ട് ഇന്ന് വരെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കപ്പോൾ ബീന ബീന കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് സൗഹൃദത്തിന് കുറച്ചൊരു അകൽച്ച വന്നത്. കാരണം അവർക്ക് അവരുടെ കാര്യം ഫാമിലി ആയല്ലോ. അപ്പോൾ എപ്പോഴും മറ്റത് ഒരുമിച്ച് പോവാറൊക്കെ ഉണ്ട്, ഞങ്ങൾ സിനിമയ്ക്ക് പോവേ അങ്ങനെയൊക്കെ. പിന്നെ വല്ലപ്പോഴായി എപ്പോഴും ഒരു എക്സിബിഷൻ, ബീന മോർണിംഗ് കൊണ്ടുപോവാ നമുക്ക് പോവാം. പിന്നെ യൂട്യൂബ് ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയിരുന്നു, തസ്ബീൻസ്. അത് തുടങ്ങിയ സമയത്ത് പിന്നെ ഞങ്ങൾ കുറച്ച് അടുത്തിരുന്നു. പിന്നെ യൂട്യൂബ് കണ്ടന്റ് ഒന്നും കിട്ടാണ്ടായപ്പോൾ പിന്നെ ഞങ്ങൾ അകന്ന്. കണ്ടന്റ് കിട്ടാൻ പാടാ, ഭയങ്കര പാട്. അതുകൊണ്ട് ഇനിയിപ്പോൾ രണ്ടാമത് ഞങ്ങളൊന്ന് ആലോചിക്കുന്നുണ്ട്, വല്ല കുക്കിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്താലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം. അതെ. അപ്പം അങ്ങനെ വേറെ ആർട്ടിസ്റ്റുകളെ ഒന്നും അങ്ങനെ വിളിക്കാറോ പിടിക്കാറൊന്നുമില്ല. കാണുമ്പോഴുള്ള സ്നേഹവും ബന്ധങ്ങളും ഉള്ളൂ. പിന്നെ കൂടുതൽ നമ്മൾ ചില സെറ്റിലിരുന്ന് കൂടുതൽ സംസാരിച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ അബദ്ധങ്ങൾ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന ടോക്ക്. ഇപ്പം നമ്മളൊരു ഗെയിം കളിക്കാറില്ലേ, കുറേ പേരിങ്ങനെ നിൽക്കും, ഒരാൾ ഒരു ആക്ഷൻ കാണിച്ചു വരും, കാണിച്ച് ലാസ്റ്റ് കാണിക്കുന്ന ആൾ ഇതേ ആയിരിക്കില്ല. ഇതുപോലെയാണ് നമ്മൾ സംസാരവും, ഇതുപോലെയാണ് നമ്മൾ പറയുന്നതായിരിക്കില്ല. പറഞ്ഞു വരുമ്പോൾ അത് നമ്മൾ പറഞ്ഞതേ ആയിരിക്കില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. കാരണം മീൻസ് അങ്ങനെ അധികം തമാശകൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും ഞാനങ്ങനെ നിൽക്കാറില്ല. മാക്സിമം സൈലൻ്റായിട്ട് നിൽക്കുക, ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയുക, അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് മാറി. അനുഭവം ആണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോ കാര്യങ്ങളും. ഈ അനുഭവങ്ങളുടെ ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ചേച്ചിയുടെ ലൈഫിലെ ഏറ്റവും വലിയൊരാൾ ചിലപ്പോൾ ഉമ്മയായിരിക്കും. ഒരു പ്രാവശ്യം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ഒരു സിനിമയിൽ മമ്മി എന്ന് വിളിക്കുന്ന ക്യാരക്ടർ, എൻ്റെ അമ്മനെ. അപ്പം മമ്മി അപ്പുറം റൂമിൽ കിടന്ന് ഉറങ്ങാണ്, കുറേ നേരമായല്ലോ. അപ്പം ഞാൻ മമ്മി എന്ന് വിളിച്ചപ്പോൾ ക്യാമറൻ്റെ മുമ്പിലേക്ക് എന്താണ് വിളിച്ചത്. നമ്മളിങ്ങനെ അടച്ചു, ഒന്ന് ഊതിക്കേ, ഊതിയില്ലേ, കൈ കാണിക്കും, 1 2 3, ഒന്നുമില്ലാത്ത കയ്യിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും എടുക്കുന്നു, പൂവത് കൊടുത്തു. ധർമ്മജൻ ഒരു ദിവസം ഞങ്ങൾ ഫ്ലാറ്റിൽ താമസിക്കുന്നതിന് മുമ്പ് ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പം ഞാൻ അകത്തട്ടായിരുന്നു. അപ്പം ധർമ്മജൻ അവിടെ വന്നിട്ട് അമ്മ
എന്തെങ്കിലും താമ്മാന്ന് പറഞ്ഞപ്പോൾ മമ്മി ഇവിടെ ഒന്നുമില്ല പൊയ്ക്കോന്ന് പറഞ്ഞേ. അങ്ങനെ പറയല്ലമ്മ എന്തൊക്കെ താമ്മ മമ്മി നിങ്ങളോടല്ലേ പോകാൻ പറഞ്ഞു, ഒന്നുമില്ല പിന്നെ വാ, എന്നാൽ നിങ്ങളെ മോളെ തരുമോ ദസ്നികാനെ തരുമോ അമ്മാന്ന്. ആരടാ അതെന്ന് പറഞ്ഞത് ധർമ്മജൻ. അങ്ങനെയൊക്കെ തമാശക്ക്. അപ്പം ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് വീടെടുക്കാൻ പറ്റുന്നു. അപ്പം ഞാൻ മമ്മൂക്കാണ് 2-3 പടങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ മമ്മൂക്കയാണ് വിളിച്ച് പറയുന്നത്, നീ നിൻ്റെ കാര്യം ശ്രദ്ധിക്ക്, ഇപ്പം പടങ്ങളൊക്കെ കിട്ടി തുടങ്ങിയപ്പം നമ്മൾ ലാവിഷാക്കരുത്, എത്രയും പെട്ടെന്ന് ഒരു ഫ്ലാറ്റോ എന്തെങ്കിലും വാങ്ങിച്ച് ഞാൻ അറിയണം വാങ്ങിച്ചെന്ന്. അപ്പോൾ എനിക്ക് പേടിയായി, മമ്മൂക്കൊക്കെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി.